സ്നേഹമുള്ള സഹോദരന്മാരെ, സൂറത്തുൽ കഹ്ഫ് നമ്മൾ വിശദീകരിച്ച് 53 ആയത്ത് വരെ നമ്മൾ പറഞ്ഞു. ഏകദേശം സൂറത്തുൽ കഹ്ഫിന്റെ പകുതി ഭാഗം നമ്മളിപ്പോൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത് 54-ാമത്തെ ആയത്ത് മുതൽ 59-ാമത്തെ ആയത്ത് വരെയാണ്. ഹബീബായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ മക്കാ മുശ്രിക്കീങ്ങളുടെ സംസാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഹബീബായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അവിടുത്തെ താക്കീതുകളെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത വിഭാഗം, അവർക്ക് അല്ലാഹു തആല നൽകുന്ന വലിയ ഭയാനകരമായ ശിക്ഷയെക്കുറിച്ച് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തി. എന്നാൽ ഇനി അല്ലാഹു തആല പറയുന്നത്, ഇങ്ങനെയൊക്കെ ഒരുപാട് ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടും വിശുദ്ധ ഖുർആൻ ഓരോരുത്തർക്ക് വേണ്ട രീതിയിലെല്ലാം അവതരിപ്പിച്ചു തന്നിട്ടും അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഒരു വിഭാഗമാണല്ലോ ഇവർ. അതുകൊണ്ട് അല്ലാഹു തആല അതൊന്നുകൂടെ ഓർമ്മപ്പെടുത്തി പറയുകയാണ്. ഖുർആനിന്റെ അവതരണം ഓരോ മേഖലയിലുള്ള ആളുകളിലേക്ക് ചില സ്ഥലങ്ങളിൽ ഉദാഹരിച്ചു പറഞ്ഞു തന്നു. നമ്മൾ ഈ സൂറത്തിൽ തന്നെ പല സംഭവങ്ങളെയും ഉദാഹരണങ്ങളായി അല്ലാഹു തആല പറഞ്ഞത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാഹു തആല ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആൻ ലിന്നാസി മിൻ കുല്ലി മസൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തന്നു, വ്യക്തമാക്കി തന്നു. വലഖദ് സർറഫ്നാ, നമ്മളിലേക്ക് അല്ലാഹു തആല ബയ്യന്ന, നമ്മൾക്ക് വ്യക്തമാക്കി തന്നിരിക്കുന്നു. ഫീ ഹാദൽ ഖുർആനി, ഈ വിശുദ്ധമായ ഖുർആനിൽ, ലിന്നാസി മിൻ കുല്ലി മസൽ, ജനങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ ജിൻസുകളിൽപ്പെട്ട മനുഷ്യരിലെ പല പ്രകൃതിയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് അനുയോജ്യമായ ഉദാഹരണങ്ങളെ വെച്ച് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഉദാഹരണങ്ങളെ പറഞ്ഞ് അല്ലാഹു തആല വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് ഖുർആനിൽ എന്ന് അല്ലാഹു തആല പറയാണ്. വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ജീവിതം ഏതൊരു പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നോ ആ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തി അല്ലാഹു തആല ഖുർആനിൽ ഉദാഹരിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തിനാണ്? അവര് മനസ്സിലാക്കാനും അവരുടെ തർക്കങ്ങളെ അവസാനിപ്പിക്കുവാനും വേണ്ടിയാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ. മനുഷ്യൻ തർക്കത്തിന്റെ വിഭാഗമാണ്, തർക്കം മൂത്തുപോയവരാണ്. മനുഷ്യരിൽ അധികം ആളുകളും തർക്കിക്കാൻ ഒരുങ്ങി നിൽക്കുന്നവരാണ്. ഈ ആയത്തിന്റെ ഭാഗം പറയുന്നതിന് മുമ്പ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ ഓരോ പ്രകൃതികളുമായി ബന്ധപ്പെട്ടവരാണ്. ചില ആളുകൾ കൃഷിയുമായി ബന്ധപ്പെട്ടവരാണ്, മറ്റു ചിലർ മത്സ്യബന്ധനങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്, മറ്റു ചിലർ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവരും ഒട്ടകത്തെ മേക്കുന്നവരുമാണ്. ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് പല വിഭാഗം ആളുകളുമുണ്ട്. അവർക്കൊക്കെ വേണ്ട രീതിയിൽ, ഒരുപക്ഷെ കൃഷി ചെയ്യാത്തവന് കൃഷിയെക്കുറിച്ച് ഉദാഹരണം പറഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാനാകൂല.
മറ്റൊരു സമയത്ത് മരുഭൂമി കാണാത്ത ഒരാളോട് മരുഭൂമിയെ പറ്റി പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാനാകൂല. വേറെ ഒരു സമയത്ത് കടലിനെ കുറിച്ച് അറിയാത്ത ഒരാളോട് കടലിനെ പറ്റി ഉദാഹരണം പറഞ്ഞാൽ അവനും മനസ്സിലാകൂല. എന്നാൽ വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി, ഈ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമാക്കി തന്നിട്ടുണ്ട്, ലിന്നാസി മിൻ കുല്ലി മസൽ, ഓരോ ജിൻസിൽപ്പെട്ട ആളുകൾക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ അല്ലാഹു വ്യത്യസ്ത ഉദാഹരണങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഈ ആയത്തിന് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ സൂറത്തുൽ കഹ്ഫ് ഒന്നങ്ങോട്ട് മാറി നിൽക്കാം നമുക്ക്. എന്നിട്ട് ഖുർആനിൽ അല്ലാഹു തആല ഒരേ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ ജിൻസുകൾക്ക്, വ്യത്യസ്ത പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഉദാഹരിച്ചു കൊടുത്ത 1, 2, 3 ആയത്ത് ഞാൻ ഇടവോതാം. സൂറത്തുൻ നൂറിന്റെ 39, 40 ആയത്തുകൾ. 2 ആയത്തിൽ അല്ലാഹു തആല കാഫിരീങ്ങളായ ആളുകൾ അവരുടെ അമലുകൾ, അവർ ചെയ്യുന്ന അമലുകളെല്ലാം നിഷ്ഫലമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ 2 ഉദാഹരണം പറഞ്ഞു. സൂറത്തുൻ നൂറിന്റെ 39, 40 ആയത്തുകൾ. അതുപോലെ തന്നെ സൂറത്ത് ഇബ്രാഹിമിന്റെ 18-ാമത്തെ ആയത്ത്. ഈ 3 ആയത്താണ് ഈ ഒരു നമ്മൾ അൽ കഹ്ഫിന്റെ മിൻ കുല്ലി മസൽ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താൻ, നമുക്കതിന്റെ വിശാലത ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഒന്നാമതായി സൂറത്തുൻ നൂറിന്റെ 39-ാമത്തെ ആയത്ത്. എന്താണ് അല്ലാഹു അതിൽ പറഞ്ഞത്? വല്ലദീന കഫറൂ അഅമാലുഹും കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹു الظمآن ماءً حتى إذا جاءه لم يجده شيئا. കാഫിരീങ്ങളായ ആളുകളെ കുറിച്ച് അല്ലാഹു പറയാണ്, വല്ലദീന കഫറൂ അഅമാലുഹും, കാഫിരീങ്ങളായ ആളുകളുടെ കർമ്മങ്ങൾ എങ്ങനെയാണ് എന്നുള്ള ഉദാഹരിക്കുകയാണ്. കസറാബിൻ ബിഖീഅത്തിൻ, മരുഭൂമിയിലെ മരീചിക പോലെയാണ്. ഇത് മരുഭൂമിക്കാർക്കുള്ള ഉദാഹരണമാണ് കേട്ടോ, അറബികൾക്ക് ഉദാഹരണം, നമ്മളെ കേരളക്കാർക്കല്ല, മനസ്സിലാക്കാൻ വേണ്ടി. അറബികൾ, അതായത് മരുഭൂമി കണ്ട ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ. കസറാബിൻ ബിഖീഅത്തിൻ, മരുഭൂമി നിരന്ന് പരന്ന് പാരാവാരമായി കിടക്കുന്ന ആ മരുഭൂമി പോലെയാണ്. ആ മരുഭൂമിയിൽ നോക്കിയാൽ യഹ്സബുഹുൽ ളംആനു മാഅൻ, അതാ ദാഹിച്ചു വലഞ്ഞ ഒരാളിങ്ങനെ മരുഭൂമിയിൽ നിന്ന് ദൂരെ നിന്ന് നോക്കിയാൽ, ചുട്ട് പഴുക്കുന്ന മണലിലേക്ക് ദൂരെ നിന്ന് നോക്കിയാൽ അറ്റത്ത് വെള്ളമുള്ളതുപോലെ കാണാനാകും. ഹത്താ ഇദാ ജാഅഹു ലം യജിദ്ഹു ശൈആ, എന്നാൽ ആ വെള്ളത്തിന് വേണ്ടി അങ്ങോട്ട് ചെന്ന് നോക്കിയാലോ അവിടെ വെള്ളം കാണാനുമില്ല. ഇത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകണേ. ഒന്നുകൂടെ ഞാൻ പറയാം. റോട്ടിൽ, ഇപ്പൊ റബ്ബറൈസ് റോഡാണല്ലോ, ഈ റോട്ടിൽ നമ്മൾ കുറെ ദൂരെ നിന്ന് റോഡിന്റെ അറ്റത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ അവിടെ ആ റോട്ടിൽ വെള്ളം നിൽക്കുന്നത് പോലെ ഇങ്ങനെ കാണും, അല്ലേ? റോഡിന്റെ ഒരു താഴ്ന്ന റോഡിനോട് ലെവലായി നമ്മൾ ഇങ്ങനെ നിന്ന് നല്ല ഉച്ച സമയത്ത് ഇങ്ങനെ നോക്കിയാല് റോഡിന്റെ അങ്ങേ അറ്റത്ത് വെള്ളം റോട്ടിൽ കെട്ടി നിൽക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഖുർആൻ പറഞ്ഞത്. മരുഭൂമിയിലും അങ്ങനെ കാണാൻ പറ്റും. അതാണ് ഖുർആൻ പറഞ്ഞത്, വല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹു الظمآن മാഅൻ ഹത്താ ഇദാ ജാഅഹു ലം യജിദ്ഹു ശൈആ. റോട്ടിൽ നിന്നിട്ട് അങ്ങേ അറ്റത്ത് വെള്ളം കാണുന്ന ഒരാൾ, ദാഹിച്ചു വലഞ്ഞ ഒരുത്തനതാ അവിടെ വെള്ളമുണ്ട് എന്ന് വിചാരിച്ച ആ റോഡിന്റെ അറ്റത്തേക്ക് ഓടിച്ചെല്ലുമ്പോൾ അവിടെ വെള്ളം കാണാനില്ല എന്നതുപോലെയാണ് മരുഭൂമിയിലും അങ്ങേ അറ്റത്ത് ചുട്ട് പൊഴുത്തു നിൽക്കുന്ന മണലിലേക്ക് നോക്കിയാൽ വെള്ളം നിൽക്കുന്നത് പോലെ തോന്നുന്നു. അവിടെ പോയി നോക്കിയാലോ വെള്ളം കാണാനില്ല. ലം യജിദുഹു ശൈആ എന്നതുപോലെയാണ് ഒരു സംഗതി. അതുകൊണ്ട് ഫലം ലഭിക്കുമെന്ന് ഉദ്ദേശിച്ച സഞ്ചാരം അവസാനമെത്തുമ്പോൾ ഫലമില്ല. ഇതാണ് കാഫിരീങ്ങളുടെ അമലിന്റെ ഒരു ഭവിഷ്യത്ത് അവസാനം എത്തിച്ചേരുന്നത് എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തുകയാണ്. ഇതൊന്ന് മരുഭൂമിയിലേക്ക്. അതാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ പറഞ്ഞു, മിൻ കുല്ലി മസൽ, എല്ലാവർക്കും ഉദാഹരണമുണ്ട്.
രണ്ടാമത്തെ ആ സൂറത്തു നൂറിന്റെ തന്നെ 40-ാമത്തെ ആയത്ത് നമ്മൾ നോക്കുക. ഔ കളുലുമാതിൻ ഫീ ബഹരിൻ ലുജ്ജിൻ യഗ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സഹാബ്. ഇത് വേറെ ഒരു വിഭാഗത്തിനുള്ള ഉദാഹരണമാണ്. ഇതേ വിഭാഗത്തെക്കുറിച്ച് കാഫിരീങ്ങളുടെ അമലിനെ കുറിച്ച് തന്നെ അല്ലാഹ് പറയാണ്. ഔ കളുലുമാതിൻ ഫീ ബഹരിൻ ലുജ്ജിൻ യഗ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സഹാബ്. ആഴമുള്ള കടലിലേക്കാണ്. ആ ആഴമുള്ള കടലിൽ നല്ല ഇരുട്ടുണ്ട്, കൂരാകൂരിരുട്ടാണ്. ആ കടലിന്റെ ഏറ്റവും അടിത്തട്ടിൽ മുകളിലൂടെ നമ്മൾ കാണുന്ന തിരമാലകളില്ലേ, അതിനേക്കാൾ ശക്തിയുള്ള വലിയ വലിയ ഗംഭീരമായ തിരമാലകൾ കടലിനടിയിലുണ്ട്. ഖുർആൻ ഔ കളുലുമാതിൻ ഫീ ബഹരിൻ ലുജ്ജിൻ യഗ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി. ആ അടിയിലുള്ള വലിയ തിരമാലകൾ, ആ തിരമാലയെ പൊതിഞ്ഞതിന് മുകളിൽ വേറെയും തിരമാലയുണ്ട്. അങ്ങനെ മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സഹാബ്. അങ്ങനെ മുകളിലേക്ക് വരുമ്പോഴാണ് പിന്നെ പുറത്തുള്ള തിരമാല. ആ തിരമാലയ്ക്ക് മുകളിലോ മിൻ ഫൗഖിഹി സഹാബുൻ, കാർമേഘങ്ങൾ കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ കൂരിരുട്ടുള്ള താഴെ ഭാഗത്തുള്ള കടലിന്റെ ആഴിയിലും തിരമാലയുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. തീർന്നിട്ടില്ല, അല്ലാഹ് പറയുന്നു, അങ്ങനെ വലിയ പുറത്തുള്ള തിരമാലയേക്കാൾ വലിയ തിരമാലകളുള്ള കടലിന്റെ ആഴി. ആ ആഴിയെ കുറിച്ച് അല്ലാഹ് പറയുന്നു, ളുലുമാതുൻ ബഅ്ളുഹാ ഫൗഖ ബഅ്ള്. ഇരുട്ടിന് മേലെ ഇരുട്ടാണ് ആ കടലിൽ എന്ന് പറഞ്ഞാൽ കൂരിരുട്ടാണ് അവിടെ. ഇരുട്ടിന് മേലെ ഇരുട്ടാണ് ആ കടലിന്റെ അടിത്തട്ടിൽ. എന്നിട്ടോ അല്ലാഹു പറയുന്നു, ഇദാ അഖ്റജ യദഹു, നീ നിന്റെ കൈ ആ കടലിന്റെ അടിത്തട്ടിൽ നിന്നും എടുത്തിട്ട് അതാ നീ പുറത്തേക്ക് എടുത്തിട്ട് നോക്കിയാൽ ലം യകദ് യറാഹാ, ആ കൈ നിന്റെ നേരെ മുമ്പിൽ ഇങ്ങനെ പിടിച്ചാലും കാണാൻ പറ്റാത്ത വിധത്തിൽ കൂരിരുട്ടാണവിടെ. ഇത് മനസ്സിലാക്കണ ഞാനെന്ന് പറയാം. 2023 ജൂൺ 18 28 ഓർമ്മ ശരിയാണെങ്കിൽ 28 തോന്നുന്നുണ്ട്. ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടി പോയ ടൈറ്റൻ പേടകം കടലിനടിയിലേക്ക് പോയി. 3800 മീറ്റർ താഴ്ചയിലേക്കാണ് അത് പോയത്. 3800 മീറ്റർ താഴ്ച എന്ന് പറഞ്ഞാൽ 12500 അടി താഴ്ചയിലേക്കാണ് അത് പോയത്. അന്ന് പോയപ്പോ പത്രങ്ങളൊക്കെ എഴുതി, ശാസ്ത്രം പറഞ്ഞു കൂരിരുട്ടാണ് അവിടെ. ഒരു കൈ ഇങ്ങനെ പിടിച്ചാൽ തന്നെ, നമ്മുടെ കൈ മുഖത്തിന് നേരെ പിടിച്ചാൽ തന്നെ ആ കൈ കാണാൻ പറ്റാത്ത വിധം കൂരിരുട്ടാണ് അവിടെ. കണ്ടോ, ഖുർആൻ പറഞ്ഞു 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞു, ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ. അവിടെ നിങ്ങൾ ആ കൂരിട്ടിൽ നിങ്ങളെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനാകൂല. കാരണം എന്തേ? കണ്ണുണ്ടായതുകൊണ്ട് കണ്ണുള്ളവനും അവിടെ കാണാൻ കഴിയുന്നില്ല. അത്രയുമധികം കൂരിട്ടാണ് കടലിന്റെ അടിയിൽ. കണ്ണുള്ളവന് തന്നെ കാണാത്ത കൂരിരുട്ടിൽ കടന്ന് തപ്പിത്തടയുന്നവനെ പോലെയാണ് കാഫിരീങ്ങളായ ആളുകൾ. ഈ ദുനിയാവിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹനെ മനസ്സിലാക്കാനുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ നടക്കുന്ന കാഫിറിന്റെ അവസ്ഥ കടലിന്റെ ആഴിയിലെ ഇരുട്ടിൽപ്പെട്ട് കണ്ണുള്ളവന് തന്നെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇരുട്ടിൽ തപ്പുന്നവനെ പോലെയാണ്. ഇതാർക്ക് തിരിയാനാ? കടലുമായി ബന്ധപ്പെട്ടവന് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം. ഇനി നിങ്ങൾ നോക്കൂ, വേറെ ഒരു ഉദാഹരണം കൂടെ പറയാം. സൂറത്ത് ഇബ്രാഹിമിന്റെ 18-ാമത്തെ ആയത്ത്. അതിലെന്താണ് അല്ലാഹു തആല പറയുന്നത്? മസലുൽ, ഇതേ വിഭാഗത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, കാഫിരീങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്.
മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം അഅമാലുഹും കറമാദിൻ ഇസ്തദ്ദത് ബിഹിൽ റീഹു ഫീ യൗമിൻ ആസിഫിൻ ലാ യഖ്ദിറൂന മിമ്മാ കസബൂ അലാ ശൈഇ ദാലിക ഹുവൽ ളലാലുൽ ബഈദ്. ഈ ഉദാഹരണം കൃഷിക്കാരന് മനസ്സിലാകാനാണ്. മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം അഅമാലുഹും, ഈ പറഞ്ഞ കാഫിരീങ്ങളുടെ അമലുകളില്ലേ അതേതുപോലെയാണ്? കറമാദിൻ, വെണ്ണീർ പോലെയാണ്. ആ വെണ്ണീർ എന്തിനാണ് വെച്ചത്? ഇസ്തദ്ദത് ബിഹിൽ റീഹു ഫീ യൗമിൻ ആസിഫിൻ, അതാ ഒരാള് കൃഷിക്ക് വളമിട്ട് കൊടുക്കാൻ വേണ്ടി വെണ്ണീർ ഒരു ദിവസം ഇങ്ങനെ ചുമന്നു കൊണ്ടുപോയി കൃഷിയിടത്തിൽ കൊണ്ടുപോയി കൂട്ടിയിടും. അങ്ങനെ കൂട്ടിയിട്ട് കൃഷിയിടത്തിലേക്ക് വളമിട്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി വെച്ച വെണ്ണീർ, അവിടെ കൂട്ടിവെച്ച വെണ്ണീർ ഒരു ദിവസം ഇസ്തദ്ദത് ബിഹിർ റീഹു ഫീ യൗമിൻ ആസിഫിൻ, അതാ ഒരു കൊടുങ്കാറ്റങ്ങടിച്ചപ്പോഴേക്ക് ആ വെണ്ണീർ മുഴുവനും കാറ്റത്ത് പറന്നു പരന്നുപോയി. ലാ യഖ്ദിറൂന മിമ്മാ കസബൂ അലാ ശൈഇ, അങ്ങനെ കാറ്റത്തടിച്ചു വീശിയ വെണ്ണീർ, ആ വെണ്ണീർ പിന്നെ അവൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് കൊണ്ടുപോകാൻ അവന് പറ്റുന്നില്ല. എന്നാൽ അവൻ മനസ്സിലാക്കിയത് എന്താണ്? വെണ്ണീറൊക്കെ കൊണ്ടുവന്ന് ഞാൻ എന്റെ കൃഷിയിടത്തിൽ വെച്ചിട്ടുണ്ട്, ഇനി ഇത് എന്റെ കൃഷിയിലേക്ക് ഇടാൻ എനിക്ക് വളമായല്ലോ എന്നാണ്. പക്ഷെ അവൻ മനസ്സിലാക്കിയത് തെറ്റിപ്പോയി. അല്ലാഹു തആല ഒരു കാറ്റിലെല്ലാം അങ്ങത് പറത്തിക്കളഞ്ഞു. ഖുർആൻ വെണ്ണീറൊക്കെ കൊണ്ടുവന്ന് കൃഷിയിടത്തിൽ ഒരു ദിവസം കൊണ്ടുവന്ന് ആള് നല്ലോണം ക്ഷീണിച്ചപ്പോ നാളെ രാവിലെ ഇനി വെള്ളം ഇടാമെന്ന് വിചാരിച്ച് അവിടെ വെച്ചു. രാവിലെ ചെന്ന് നോക്കുമ്പോ സുബൈക്ക് ശേഷം നല്ലൊരു കൊടുങ്കാറ്റടിച്ച് എല്ലാം പറന്നുപോയി. ഇവന്റെ പ്ലാനിങ് എന്താണ്? ഞാൻ വെള്ളം അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഇനി രാവിലെ ഇട്ടാ മതിയല്ലോ എന്നാണ്. എനിക്കിതിന്റെ കൃഷിയിടത്തിലേക്ക് ഇടാൻ പറ്റി എന്ന ഉറപ്പിലാണ് അവൻ വരുന്നത്. പക്ഷെ വന്നു നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. ഇതുപോലെയാണ് കാഫിരീങ്ങളുടെ അമലുകളുടെ അവസ്ഥ. ഇതൊരു 3 ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞതാണ് ഖുർആനിന്റെ വ്യത്യസ്ത സൂറത്തുകളിൽ നിന്നെടുത്ത്. സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ ഓരോ ആളുകളുടെ മൈൻഡിനനുസരിച്ച് ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഖുർആനിൽ. എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല? അതാണ് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞത്, വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അധികം ആളുകളും തർക്കിക്കുന്നവരാണ്. തർക്കിക്കാനുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ, അല്ലെങ്കിൽ ന്യായീകരിക്കാനുള്ളവരാണ് മനുഷ്യൻ. അല്ലേ? ആരും ഒരു തെറ്റ് ചെയ്താൽ ആരും അത് ന്യായീകരിക്കുക എന്നല്ലാതെ അതിനെ സമ്മതിച്ചു കൊടുക്കാൻ കുറച്ച് പ്രയാസമാണ്. ആര് വാപ്പാനെ തച്ചോനും ന്യായം പറയാനുണ്ട്. ഒരു മകനൊരു വാപ്പാനങ്ങ് അടിച്ചു, അവനും നാട്ടുകാരുടെ മുമ്പിൽ ന്യായം പറയാനുണ്ട്. എന്തിനും ന്യായമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ. എല്ലാറ്റിനും ന്യായമുണ്ട്. തർക്കിക്കാൻ നമ്മൾ ഉഷാറാണ്. എന്ത് വിഷയത്തിൽ ഞാൻ പിടിച്ച ഇതിനെന്നെയാണ് മുയലിനാണ് 3 ചെവി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എല്ലാത്തിനും തർക്കിക്കാനാണ് നിൽക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ ഇമാം ഖുർത്തുബിയും ഈ ആലൂസി ഒക്കെ പറയുന്നത് കാണാം. ഒരു സംഭവമുണ്ട്. ഹബീബായ പുണ്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ സുബൈക്ക് മുമ്പേ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകാൻ. അങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് പോകുന്ന വഴിയിൽ ഫാത്തിമ ബി അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്, ഫാത്തിമ ബിയും അലി റളിയല്ലാഹു അൻഹു കടന്നിറങ്ങുന്ന വീട് പോകുന്ന വഴിയിലാണ്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചെന്നിട്ട് വാതിൽ മുട്ടിയപ്പോൾ ഇവർ ഉണർന്നിട്ടില്ല, എഴുന്നേറ്റിട്ടില്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റിട്ടില്ല. സുബഹിന്റെ സമയം അങ്ങനാകി. അപ്പൊ എഴുന്നേറ്റിട്ടില്ല. അപ്പൊ തങ്ങൾ വിളിച്ചിട്ട് ചോദിക്കാണ്, അലാ തുസല്ലിയാനി, അല്ല നിസ്കരിക്കുന്നു വേണ്ട, എഴുന്നേക്ക്, വാതിൽ മുട്ടി. സംഭവം ഒരു ഉറക്കത്തിൽ വിട്ടുപോയതാണ്, എണീക്കാൻ വൈകിപ്പോയതാണ്. നബി തങ്ങൾ വാതിൽ മുട്ടിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി പെട്ടെന്ന് ഞെട്ടി ഉണർന്നു.
ഉണർന്നാ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ കൃത്യസമയത്ത് എഴുന്നേൽക്കാൻ അറിഞ്ഞില്ല, പിന്നെ എല്ലാവരും എത്തിയതിനു ശേഷം നമ്മൾ ഉണർന്നുമ്പോൾ നമുക്കൊരു ചമ്മലുണ്ടാകും. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ എങ്ങോട്ടേലും പോകാൻ വേണ്ടി ഒരുങ്ങി നേരത്തെ എഴുന്നേൽക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ നേരത്തെ എഴുന്നേൽക്കാൻ അറിഞ്ഞില്ല. അപ്പോഴാണ് നമ്മളെ കൂടെ പോകാനുള്ളവരൊക്കെ നമ്മളെ വീടിന്റെ മുമ്പിൽ വന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു ചെറിയ ചമ്മൽ. ഈ ഒരു ചമ്മലിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റപ്പം എണീക്കാൻ അറിയാത്തോണ്ടാണല്ലോ റസൂലുള്ളാഹി വന്ന് വിളിച്ചു. അമ്മോശനാണെങ്കിലും ലോകത്തിന്റെ പ്രവാചകരല്ലേ വന്ന് വിളിച്ചത്. ആകെ ചമ്മലായി നിസ്കരിക്കാൻ എഴുന്നേൽക്കാത്ത മരുമകൻ, തഹജ്ജുദിന് മുമ്പ് എഴുന്നേൽക്കാൻ, സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കാത്ത മരുമകൻ എന്ന് വിചാരിച്ചു പോകും എന്ന രീതിയിൽ ഒരു ചമ്മൽ. ഉടനെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നമാ അൻഫുസുനാ ബിയദില്ലാഹി തആല ഇൻശാ യബ്അതനാ ബഅതനാ. നബി, അതൊക്കെ അള്ളാന്റെ അടുത്ത് കിടക്കണല്ലേ, മനുഷ്യന്മാരെ കാര്യല്ലേ. ഉടനെ ഒരു ചെറിയ ന്യായീകരണം. അള്ളാന്റെ അടുത്തല്ലേ നമ്മൾ ഉറങ്ങിപ്പോണ്, നമ്മൾ ഉറക്കുന്നതും ഉണർത്തുന്നതൊക്കെ പഠിച്ചോനല്ലേ, ഒന്ന് ഉറങ്ങിപ്പോയതാണ്, അത് അള്ളാന്റെ വിധിയാണെന്ന് കൂട്ടിയാൽ മതി. ചെറിയൊരു ന്യായീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും മിണ്ടിയില്ല. തങ്ങളിങ്ങനെ പോകുമ്പോൾ ഫൻസറഫ ഹീന ഖുൽതു ദാലിക വലം യർജി ഇലയ്യ ശൈഅൻ ثم سمعته يضرب فخذه ويقول. തങ്ങൾ തിരിച്ചിങ്ങനെ പള്ളിയിലേക്ക് പോകുകയാണ്, ഒന്നും മിണ്ടിയില്ല. പോകുമ്പോ തങ്ങൾ ഇങ്ങനെ തൊടയിലിങ്ങനെ കൈകൊണ്ട് അടിച്ചിട്ട് പറയുന്നു, ഈ സൂറത്തിലെ ആയത്തിന്റെ ഈ ചെറിയ ഭാഗം, വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ. മനുഷ്യനെ എല്ലാ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അധികം ആളുകളും ന്യായീകരിക്കുന്നവരാണ്, തർക്കിക്കുന്നവരാണ് എന്ന ആയത്ത് ഓതിക്കൊണ്ട് റസൂലുള്ളാഹി തങ്ങള് കാലിന്റെ തൊടയിൽ ഇങ്ങനെ അടിച്ചിട്ട് പള്ളിയിലേക്ക് പോയത് അലി റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടു എന്നാണ് പറയുന്നത്. അപ്പം മനുഷ്യന്റെ അവസ്ഥ എല്ലാറ്റിലും തർക്കിക്കുന്നവനാണ്. മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഏറ്റവും അധികം ആളുകളും അങ്ങനെ ഞാൻ പറഞ്ഞതിനാണ് ന്യായീകരണം, ഞാൻ പറഞ്ഞതാണ് ശരി എന്ന രീതിയിൽ ന്യായീകരിക്കുന്നവരാണെന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മളൊരായത്തെ കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത ആയത്തിൽ അല്ലാഹു തആല പെട്ടെന്ന് പറഞ്ഞു, അതൊരു വഖഫിലെത്തിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിലുള്ള സംഭാഷണങ്ങളും ചരിത്രവും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ വഖഫിൽ ഇൻഷാ അല്ലാഹ് എത്തിക്കണം. പെട്ടെന്ന് ബാക്കി ഭാഗം ഞാൻ അങ്ങ് പറഞ്ഞു പോകാം. അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വമാ മനഅൻ നാസ അൻ യുഅ്മിനൂ ഇദ് ജാഅഹുമുൽ ഹുദാ ويستغفروا ربهم إلا أن تأتيهم سنة الأولين قبلا سنة الأولين أو يأتيهم العذاب قبلا. ഇനി അല്ലാഹു തആല പറയുന്നത് എന്താണെന്നറിയോ? ഒരു അറബി ശൈലി, അങ്ങനെ ശൈലിയാണ് അറബി ഭാഷയുടെ ശൈലി. ചിലതൊക്കെ ചില ഇബാറത്തുകൾ ചിലതൊക്കെ ഈ വളഞ്ഞു മൂക്ക് പിടിക്കാന്ന് പറയും അല്ലെ, അത് ഒരു സാഹിത്യത്തിന്റെ ഒരു പ്രയോഗമാണ്. ഞാൻ ആയത്തുകൾ പറഞ്ഞിട്ട് അതിന്റെ ആശയം ഞാൻ പറഞ്ഞുതരാം. എന്താണ് ആയത്തിൽ പറയുന്നത്? ജനങ്ങളെ, കാഫിരീങ്ങളായ മക്കക്കാരായ കാഫിരീങ്ങളെ അവരെ തടഞ്ഞു വെച്ചിട്ടില്ല. അയ്യുഅ്മിനു, അവര് വിശ്വാസികളാകുന്നതിന്. ഇത് ജാഅഹുമുൽ ഹുദാ, അവരിലേക്ക് ഖുർആൻ എന്ന ഹിദായത്തിന്റെ വഴി വന്ന സമയത്ത് വയസ്തഗ്ഫിറു റബ്ബഹും, അവരുടെ റബ്ബിലേക്ക് അവർക്ക് ഇസ്തിഗ്ഫാർ കൊണ്ട് മടങ്ങാനും തടസ്സമായിട്ടില്ല. ഇല്ലാ അൻ തഅതിയഹും സുന്നത്തുൽ അവ്വലീൻ ഔ യഅതിയഹുമുൽ അദാബു ഖുബുലാ. അവരെ മുൻകഴിഞ്ഞു പോയ മുൻഗാമികൾക്ക് അവർക്കെതിരെ അല്ലാഹ് എടുത്ത ഒരു നടപടി അത് ഇവരിലേക്കും വരുന്നത് വരെ, അതല്ലെങ്കിൽ അവർക്ക് അദാബിനെ നേരിട്ട് കൺമുമ്പിൽ കാണിക്കുന്നത് വരെ ഒരാൾക്കും നന്നാകാനായിട്ടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം, ആശയം. അതായത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ അനുയായികൾക്കൊക്കെ ഒരുപാട് പള്ള നിറച്ചു കൊടുത്തിട്ടുണ്ട്, അവരെ കൺമുമ്പിൽ അദാബ് കണ്ടിട്ടുണ്ട്. ഈ ഒരു സംഗതി ഇവർക്കും വരുന്നത് വരെ ഇവർക്ക് ആർക്കും നീ നന്നാകാനായിട്ടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് അതിന്റെ ശേഷം അല്ലാഹ് പറയുന്നു, അപ്പൊ ഇവര് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും അദാബുകളൊക്കെ ഉണ്ടല്ലോ, എവിടെ നബി എന്ന് ഒന്ന് കാണിക്കൊരു സാമ്പിൾ കാണട്ടെ എന്നൊക്കെ അവർ വാദിക്കാണ്. അപ്പോഴാണ് ആയത്ത് വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ.
വമാ നുർസിലുൽ മുർസലീന, അല്ലാഹു പറയുന്നു നമ്മൾ നമ്മുടെ മുർസലീങ്ങളെ ആരെയും അയച്ചിട്ടില്ല ഇല്ലാ മുബശ്ശിരീന, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനല്ലാതെ, വമുൻദിരീന, കാഫിരീങ്ങളെ അദാബ് കൊണ്ട് ഭയപ്പെടുത്തി അറിയിക്കാനുമാണ് നമ്മൾ അയച്ചത്, അല്ലാതെ അവരെ അദാബിൽ കടത്തിപ്പടിക്കാനല്ല. നമ്മൾ അവർക്ക് സന്തോഷം അറിയിക്കാനാണ്, അദാബുണ്ട് എന്ന താക്കീത് നൽകാനുമാണ് എന്റെ മുർസലീങ്ങളെ ഞാൻ അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നബിതങ്ങളോട് അദാബ് എവിടെയെന്ന് ചോദിച്ച് തൊയ്രം കെടുത്തണ്ട. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വയുജാദിലുല്ലദീന കഫറൂ ബിൽ ബാത്തിൽ, അതാ അവര് വാദിച്ചുകൊണ്ടേ തർക്കിച്ചുകൊണ്ടിരുന്നു. കാഫിരീങ്ങളായ ആളുകൾ എന്തുകൊണ്ടാണ് അവർ തർക്കിച്ചത്? ബിൽ ബാത്തിലിൽ ഹഖി, സത്യത്തെ പൊളിച്ചു കളയാമെന്ന ഉദ്ദേശത്തിൽ ബാത്തിൽ കൊണ്ട് അവർ തർക്കിച്ചു. വത്തഖദൂ ആയാതി വമാ ഉൻദിറു ഹുസ്വാ, മാത്രമല്ല അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെയും അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ നൽകിയ താക്കീത്, നരകത്തെക്കുറിച്ചുള്ള താക്കീത്, അതിനെയുമെല്ലാം ഹുസ്വാ അവര് പരിഹസിച്ചു കളഞ്ഞു, അംഗീകരിക്കാൻ തയ്യാറായില്ല. അപ്പോഴാണ് അള്ളാന്റെ അടുത്ത ആയത്ത് വരുന്നത്, വമൻ അളലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറള അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. നബിയേ, അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം നബിയേ. വമൻ അളലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി, ഈ ലോകത്ത് ഏറ്റവും വലിയ ധിക്കാരിയാരാണ്, അക്രമിയാരാണ്? മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നല്ല നിലക്ക് പറഞ്ഞു കൊടുത്തിട്ട്, നല്ല വഅള് പറഞ്ഞു കൊടുത്തിട്ട്, നല്ല ക്ലാസ് എടുത്തു കൊടുത്തിട്ട്, ഫഅറള അൻഹാ, ആ ക്ലാസ്സിനിരിക്കാതെ, ആ വഅള് കേൾക്കാതെ, ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിക്കാതെ തിരിഞ്ഞു കളയുന്നവനില്ലേ, അവനാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ധിക്കാരി നബിയേ. വനസിയ മാ ഖദ്ദമത് യദാ, അവരാ അറിവില്ലാത്ത അറിവ് വന്നതിന് ശേഷം തന്നെ അവർ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങളില്ലേ, തെറ്റുകളില്ലേ, അവിശ്വസിച്ചുകൊണ്ട് ജീവിച്ചില്ലേ, ആ അവിശ്വസിച്ച് അതിന്റെ തിക്തഫലം അവര് അനുഭവിക്കും എന്നതിനെയും മറന്നുകൊണ്ട് അവര് ജീവിക്കുന്ന ആളുകളില്ലേ, നരകമുണ്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ടും തെറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളില്ലേ, നരകത്ത് മറഞ്ഞു ജീവിക്കുന്ന ആളുകളില്ലേ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറഞ്ഞു കൊടുക്കാൻ ആളുകൾ വന്നിട്ട് അത് കേൾക്കാൻ പോലും തയ്യാറാകാതെ ഫഅറള അൻഹാ, അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളില്ലേ, അവരാണ് നബിയേ ഏറ്റവും വലിയ ധിക്കാരികളും അക്രമികളും, അവരാണ് നബിയേ. അവരെ നന്നാക്കിയിട്ട് കാര്യമില്ല. ഖുർആൻ തന്നെ പറയട്ടെ, ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം മകിന്നതൻ യഫ്ഖഹൂ, എന്തേ അവരെ ഖൽബിലേക്ക് ഇതൊന്നും പറഞ്ഞിട്ട് കയറാത്തത്? ഖുർആനിന്റെ ക്ലാസ് ഉണ്ട്, എന്ത് ഖുർആൻ ക്ലാസ്? അതാ വേറെ ഒരു ക്ലാസ് ഉണ്ട്, എന്ത് ക്ലാസ്? ഇങ്ങനെ പറഞ്ഞ് തിരിഞ്ഞു കളഞ്ഞു പോകുന്നവരില്ലേ, എന്തേ അവർക്ക് ഇതിനോട് അടുപ്പം തോന്നാത്തതെന്ന് ഖുർആൻ പറയുന്നു. ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം മകിന്നതൻ യഫ്ഖഹൂ, അവരിതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ, കാരണം അവരെ ഖൽബിലെ ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ, അല്ലാഹു പറയുന്നു അവരുടെ ഖൽബിനെ നമ്മൾ മൂടി വെച്ചിരിക്കുകയാണ്. ഹിദായത്തിന്റെ വഴി നന്മ കേൾക്കാൻ അവര് വെറുപ്പ് കാണിച്ചപ്പോ ആ നന്മ കയറി ചെല്ലണമെങ്കിൽ ഒരു പഴുത് വേണ്ടേ? ആ ഖൽബിനെ നമ്മൾ മൂടി വെച്ചിരിക്കുകയാണ് നബിയേ. വഫീ ആദാനിഹിം വഖറാ, അവരെ കാതുകളെ നാം അടച്ചു വെച്ചിരിക്കുന്നു നബിയേ. അതുകൊണ്ട് അങ്ങനെയും ഇങ്ങനെയൊന്നും പെട്ടെന്ന് അവർ നിങ്ങളെ ക്ലാസ് കേൾക്കാനോ വഅള് കേൾക്കാനോ ഖുർആൻ കേൾക്കാനോ വരില്ല. അവരെ ഖൽബിൽ അത്രയും കുഫ്രിയത്ത് വന്നതുകൊണ്ട് ഹിദായത്തിന്റെ വഴി അങ്ങ് അടഞ്ഞു പോയിട്ടുണ്ട് നബിയേ. ഇൻ തദ്ഉഹും മിനൽ ഹുദാ, നബിയെ നിങ്ങൾ അവർക്ക് ഹിദായത്തിന്റെ വഴി എത്തിച്ചു കൊടുത്താൽ ഫലൻ യഹ്തദൂ ഇദൻ അബദാ, ഒരിക്കലും അവർ സ്വീകരിക്കൂല നബിയേ. കണ്ടോ, നിങ്ങൾ ഉറച്ച ലാസ്റ്റ് തീരുമാനം വന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലിന്റെ ചുവട്ടിൽ തട്ടിത്തടഞ്ഞ് നടന്ന ഒരുപാട് ആളുകൾ, എവിടെ അവർക്ക് ഹിദായത്ത് കിട്ടിയോ? ഇല്ല. അപ്പൊ ദീനിനോട് ചെറിയൊരു ഇൽഫത്തെങ്കിലും വേണം,
ഒരു സ്വാലിഹായി മാറാൻ, ദീനിനോട്, അള്ളാന്റെ ദീനിനോട്, ഇൽമിനോട്, അതിനോട് ചെറിയൊരു സ്നേഹമെങ്കിലും ഖൽബിന്റെ അകത്തളത്തിലുള്ളവനെ നന്നാകാനാകൂ എന്നാണ് ഇതിന്റെ അർത്ഥം. അത് നമുക്കും നമ്മൾ ഉൾക്കൊള്ളാനുള്ള ഒരു പാഠം കൂടെയാണ്. എന്നിട്ട് തുടർന്ന് അല്ലാഹു തആല പറയുന്നത് കണ്ടില്ലേ, ഇനിയോ ആ റബ്ബ് അദാബ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയൊന്നും അദാബ് പെട്ടെന്നുള്ള കൊണ്ടുവരൂല. കാരണം അള്ളാഹ്ക്ക് ഇവിടെ ആരെങ്കിലും തെറ്റ് ചെയ്ത് കിട്ടിട്ട് അവനെ ഇവിടെ പാഠം പഠിപ്പിക്കാനെന്ന ചിന്ത അള്ളാഹ്ക്കില്ല. നമ്മളിപ്പോ ഒരാളോട് ദേഷ്യമാണെങ്കിൽ അവൻ എന്തെങ്കിലും ഒന്ന് പറ്റട്ടെ, ഓൻ ആ വണ്ടി വന്ന് കൊണ്ടിട്ട് അങ്ങോട്ട് അവനെ അരഞ്ഞു പോകട്ടെ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ വന്നേക്കും. അത് മനുഷ്യന്മാരുടെ ദുർബലതയാണ്. എന്നാൽ അള്ളാഹ് പറയാൻ അത് അള്ളാഹ് തിരുത്താണ്. നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഇല്ലട്ടോ നബിയേ. നബിയെ, ഇവിടെ അങ്ങേ വിശ്വസിക്കാത്തത് കൊണ്ട് ഇവരെല്ലാരെയും കൂടെ ഇട്ടിട്ട് കത്തിച്ചാമ്പലാക്കുന്ന, ഇവിടെ തന്നെ ഇട്ട് പകരം വീട്ടുന്ന ഒരു പരിപാടി നമുക്കില്ല. വറബ്ബുക, നബിയെ അങ്ങയുടെ റബ്ബ് അൽ ഗഫൂർ ദുർ റഹ്മാ, പുറത്തു കൊടുക്കുന്നവനാണ്, റഹ്മത്തുള്ളവനാണ്, കരുണ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നബിയെ, റബ്ബ് ഇവിടെ നിന്ന് തന്നെ ചെയ്യുമെന്ന് വിചാരിക്കണ്ട. ലൗ യുആഖിദുഹും ബിമാ കസബു, അങ്ങനെ ഇവിടെ നിന്ന് തന്നെ, ദുനിയാവിൽ നിന്ന് തന്നെ അവരെ ശിക്ഷിക്കുമായിരുന്നെങ്കിൽ ലഅജ്ജല ലഹുമുൽ അദാബ്, എപ്പോഴോ അവരുടെ അദാബ് വന്നു കഴിഞ്ഞേനെ. ഇതിനൊന്നും കാത്തിരിക്കില്ല നബിയേ, പെട്ടെന്ന് തന്നെ അവർക്കൊക്കെ അദാബ് ഇറക്കിയേനെ. ബല്ലഹും മൗഇദുൻ, എന്നാൽ അങ്ങ് അറിയണം, ഖിയാമത്ത് നാളിനാണ് ഇവരെല്ലാവരെയും വിചാരണ ചെയ്യുന്നത്. ലയജിദു മിൻ ദൂനിഹി മൗഇലാ, അന്ന് ഇവർക്കൊരു സങ്കേതം ഉണ്ടാവൂല. ഇക്കിപ്പോ അവരെ ശിക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല ഞാൻ ശിക്ഷിക്കാത്തത്, അവര് മടങ്ങി വരും നോക്കട്ടെ, അവർക്ക് പുറത്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, അവർ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ, ഞാൻ അവർക്ക് റഹ്മത്ത് കനിയാൻ തയ്യാറാണ്. എന്നാൽ ഒന്നുകൂടെ മനസ്സിലാക്കണം നബിയെ, അതിര് വിട്ടാൽ വതിൽകൽ ഖുറാ, ആ നാട്ടുകാരില്ല നബിയെ. ഏതാണ് ആ നാട്ടുകാര്? ആദ് സമുദായമുണ്ട്, സമൂദ് ഗോത്രക്കാരുണ്ട്, അതുപോലെ തന്നെ ഫിർഔനിന്റെ ആളുകളുണ്ട്, ഇങ്ങനെ തുടങ്ങി ധിക്കാരികളായ ആളുകളുണ്ട്, പ്രവാചകന്മാരെ അംഗീകരിക്കാതെ അവരോട് അത് അതിക്രമം കാണിച്ച ആളുകളുണ്ട്. അതാണല്ലോ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് മറന്നു പോകണ്ട. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വേണ്ടി വന്നാൽ വതിൽകൽ ഖുറാ, ആ നാട്ടുകാരെ ഒന്ന് ഓർക്കണം. അഹ്ലക്നാഹും, നമ്മൾ അവരെ എല്ലാവരെയും കത്തിച്ചാമ്പലാക്കി. ചില ആളുകളെ ഭൂമിന്റെ അടിയിലേക്ക് കൊണ്ടുപോയി, ചില ആളുകളെ അതാ പന പോലത്തെ മനുഷ്യരെ കൊടുങ്കാറ്റടിച്ചില്ലായ്മ ചെയ്തു. ആ സമൂഹത്തിനെ ഒന്നിച്ച് നഷ്ടപ്പെടുത്തി കളഞ്ഞു നബിയെ. എന്തേ കാരണം? ലമ്മാ ളലമു, അവർ അക്രമം കാണിച്ചു, അവർ അല്ലാഹുവിനോട് അക്രമം കാണിച്ചു. വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദാ, അവർക്ക് നിർണിത ഒരു സമയം ഞാൻ വെച്ചു, ആ സമയത്തിൽ അവരെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു നബിയെ. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ഞാൻ അങ്ങയുടെ ഉമ്മത്തിനെ ഇപ്പോൾ പാഠം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചില ചെറിയ ചെറിയ സാമ്പിളൊക്കെ ചിലപ്പോ വന്നേക്കും. കഴിഞ്ഞ കാലത്തെ നബിമാരുടെ ഉമ്മത്തീങ്ങൾക്ക് സംഭവിച്ചതറിയില്ലേ? അതുകൊണ്ട് അവരോട് പറയണം, ഇവിടെ മുർസലീങ്ങളെ അയച്ചത് സന്തോഷവാർത്ത അറിയിക്കാനാണ്, നരകത്തെ കുറിച്ച് താക്കീത് നൽകാനാണ്, അല്ലാതെ ഇവിടുന്ന് ശിക്ഷിക്കാനല്ല എന്ന് പറഞ്ഞ് അൽ കഹ്ഫ് സൂറത്തിന്റെ ഒരു ഭാഗത്ത് ഇവിടെ ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഇനി മറ്റൊരു ചർച്ചയിലേക്കാണ് ഈ സൂറത്ത് നമ്മെ കൊണ്ടുപോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ദിവസം പറയണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകും.